പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നോമ്പുകാല തിരുവചന ധ്യാനം 30-ാം ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്ക 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് ഈ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം. അവരുടെ നിയമജ്ഞരുടേതുപോലെയല്ല യേശുവിൻ്റെ പ്രബോധനങ്ങൾ. അധികാരത്തോടു കൂടിയതായിരുന്നു യേശുവിൻ്റെ പ്രബോധനങ്ങൾ. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? യേശു വന്നത് തിന്മയെ ഉന്മൂലനം ചെയ്യാനും ദൈവമക്കളെ അവൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുമാണെന്ന് സാത്താൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നതെന്ന് സാത്താൻ ചോദിച്ചത്. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. നോക്കുക, പിശാച് പോലും യേശുവിനെ തിരിച്ചറിഞ്ഞു, യേശുവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവമക്കളായ നാം എത്ര അധികമായി യേശുവിനെ തിരിച്ചറിയുകയും അനുസരിക്കുകയും ചെയ്യണം. എല്ലാവരും അത്ഭുതപ്പെട്ടു പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. ഇന്നത്തെ ലേഖനഭാഗം റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്ലീഹ ചോദിക്കുന്നു, അതായത് ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്നവിടുന്ന് മോശയോട് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. തനിച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കും, അതുപോലെ തനിച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുകയും ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ദൈവം ഫറവോയെ ഉയർത്തിയത്. പക്ഷേ ഫറവോ ദൈവഹിതം നിറവേറ്റിയില്ല, ദൈവത്തെ അനുസരിച്ചുമില്ല. അതുകൊണ്ട് ദൈവം അവൻ്റെ ഹൃദയം കഠിനമാക്കി. പ്രിയമുള്ളവരെ, നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് ഈ തിരുവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ അതുല്യ ശക്തിയും ആധികാരികതയും തിരിച്ചറിയാനും തിരുഹിതം നിറവേറ്റി ജീവിക്കാനും പരിശ്രമിക്കാം. അപ്പോൾ കർത്താവ് നമ്മെ ഉയർത്തും. പൗലോസ്ലീഹ പറയുന്നത് പോലെ അവിടുന്ന് നമ്മോട് അനുകമ്പയും ദയയും കാട്ടും. ദൈവത്തിൻ്റെ അനുകമ്പയും ദയയുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഫറവോയെപ്പോലെ കഠിനഹൃദയരാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമാകും. ഈ വചന സന്ദേശങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് ധ്യാനിക്കാം.
കർത്താവിൻ്റെ അതുല്യ ശക്തിയും ആധികാരികതയും തിരിച്ചറിയാനും തിരുഹിതം നിറവേറ്റി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ കർത്താവ് നമ്മെ ഉയർത്തും. അവിടുന്ന് നമ്മളോട് അനുകമ്പയും ദയയും കാട്ടും. ദൈവത്തിൻ്റെ അനുകമ്പയും ദയയുമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന സത്യം നമുക്കൊരിക്കലും വിസ്മരിക്കാതിരിക്കാം. ഫറവോയെപ്പോലെ കഠിനഹൃദയരാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ